ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ പ്രോഫിറ്റ് റിവ്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ ഞാൻ എടുത്ത സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ്. അതിൽ ഞാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ എൻ്റെ ലാസ്റ്റ് വീക്കിലെ ലൈവ് ട്രേഡിംഗ് പൊസിഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഏകദേശം ഒരു 1.5 lakh rupees കറൻ്റ്ലി പ്രോഫിറ്റ് റണ്ണിങ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കാം. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ ഏകദേശം ഒരു വെനസ്ഡേ 23rd പൊസിഷൻസ് ഈ ഒരു ഏരിയയിലുള്ള സമയത്താണ് ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ട്രേഡ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ഒരു എക്സ്പെക്ടേഷനിൽ മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് സോൺ സസ്റ്റെയിൻ എക്സ്പെക്ടേഷനിൽ ഞാൻ ഇവിടെ ഇതിൻ്റെ താഴെ ഒരു ഫുഡ് സ്പ്രെഡ് ആഡ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ ഒരു ഫുഡ് സ്പ്രെഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്ലൈ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സപ്ലൈ സോണിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു കോൾ സ്പ്രെഡും ആഡ് ചെയ്ത്, അതായത് കോൾ സ്പ്രെഡും ഫുഡ് സ്പ്രെഡും ഒരുമിച്ചാണ് ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ ഫുഡ് സ്പ്രെഡ് പൊസിഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫുഡ് സ്പ്രെഡ് പൊസിഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം 46,000 പി ഒരു സം 50 ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ 45,200 പി ഒരു സം 50 ക്വാണ്ടിറ്റിയാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കോൾ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ കറണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഏകദേശം ഒരു 1000 പോയിന്റ് ഔട്ട് ഓഫ് ദ മണി ആയിട്ടായിരുന്നു ഒരു കോൾ സ്പ്രെഡ് പൊസിഷൻ ആഡ് ഉണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ ഏകദേശം ഒരു 747 സീൽ 900 ക്വാണ്ടിറ്റി, അതുപോലെ 48,400 സീൽ ഏകദേശം ഒരു 900 ക്വാണ്ടിറ്റി ബൈയും. ഇങ്ങനെ ഒരു 4 പൊസിഷൻ ആയിരുന്നു അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടലി ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ സെൻസിബിളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓഫ് സ്റ്റൈലോ എൻ്റെ പൊസിഷൻ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏകദേശം ആ ഒരു എടുത്ത പൊസിഷനിൽ ഒരു 1,06,000 rupees പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഓക്കെ, അതല്ലാതെ തന്നെ അതിൻ്റെ കൂടെ വേറെ ചെറിയ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് ചെറിയ പൊസിഷൻസ് എടുക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ടോട്ടൽ കറന്റ് ഏകദേശം ഒരു 1.5 lakhs 1,53,000 രൂപയാണ് കറന്റ് പ്രോഫിറ്റ് റണ്ണിങ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പൊസിഷൻസ് ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് മുന്നായിട്ട് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഈ പൊസിഷൻ ഞാൻ ക്ലോസ് ചെയ്യും. കാരണം ഇപ്പോൾ എക്സ്പയർ എടുക്കാറ്, അതായത് കംപ്ലീറ്റ്ലി എക്സ്പയർ ചെയ്ത് വെയിറ്റ് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു പൊസിഷൻ ലാസ്റ്റ് ഒരു തേഴ്സ്ഡേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അടുത്ത എക്സ്പയറി വെനസ്ഡേ ആണല്ലോ. അപ്പോൾ കംപ്ലീറ്റ് വെനസ്ഡേ വരെ വെയിറ്റ് ചെയ്യാറില്ല. അതിനോട് അടുത്തെത്തുന്ന സമയത്തിന് നമുക്ക് അത്യാവശ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് എത്തി കഴിഞ്ഞാൽ ആ പൊസിഷൻസ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കൊരു കറക്റ്റ് വ്യൂ ഉണ്ടെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് എടുക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സ്പയറി സമയം വെയിറ്റ് ചെയ്തിട്ട് ഇന്നൊരു ലെവലിൽ ക്ലോസ് ചെയ്യുന്ന കറക്റ്റ് വ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി അത് ക്ലോസ് ചെയ്യാറുണ്ട്. കാരണം ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്യാൻ പറയാനുള്ള റീസൺ മേ ബി ഈ ഒരു ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്യാൻ ചാൻസസ് ഉണ്ട് വരുന്ന ദിവസം. അതുകൊണ്ട് തന്നെ ബെറ്റർ ഓപ്ഷൻ ഇപ്പോൾ കറണ്ട്ലി അത്യാവശ്യമുള്ള പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.